ഏത് ബാങ്ക് അക്കൗണ്ട് ഈ നിങ്ങൾ ചിലർ പറയുന്നത് പോലെ ഈ എത്രയോ കൂടുതൽ നമ്പർ പറയുന്നില്ലേ? ആ നമ്പറൊന്നും വീണയുടേതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു അക്കൗണ്ടാണത്. അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അല്ല, നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ, എല്ലാവരും കണ്ടതാണല്ലോ. അത് എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്ന്, എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അതാ നിരക്കേ ഉള്ളൂ അതിന്. ശരി, ഇനി ബാക്കി പിന്നെ പറയാം നമുക്ക്. എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. സാധാരണ നിലയിൽ നിന്ന് വിഭിന്നമായി അദ്ദേഹം കുറച്ചധികം ചോദ്യങ്ങൾ കേട്ടു എന്ന് മാത്രമല്ല, പലതിനും ചിരിച്ചുകൊണ്ടുള്ള മറുപടി ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അതിരൂക്ഷമായ വിമർശനം ആദ്യം തന്നെ സർക്കാരിനെതിരെ ഉന്നയിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. വന്ദേ മാതരത്തിൻ്റെ 2 ഈരടികൾ പാടിയത് തന്നെയാണ് ഉചിതം എന്ന് അദ്ദേഹം പറയുന്നു. നയരാഹിത്യത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് എങ്കിലും സർക്കാരിനൊരു സമയം നൽകുക എന്ന ഒരു രീതി അവലംബിക്കുന്നത് പോലെ തോന്നുന്നു. ഏതാണ്ട് മുഖ്യമന്ത്രി ആ കാര്യം തന്നെയാണ് പറഞ്ഞത്. കേന്ദ്ര വിമർശനം ഒഴിവാക്കിയതിനെ പറ്റിയും വലിയ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിച്ചില്ല. കേന്ദ്രവുമായി യോജിച്ചു പോവുക എന്നുള്ളതാണ് പൊതുസമീപനം സ്വീകരിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം റെയ്ഡ് സംബന്ധിച്ച കാര്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്. തന്നോട് ED ഉദ്യോഗസ്ഥർ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. വീണയുടെ ഒരു അക്കൗണ്ടാണ് മരവിപ്പിച്ചത് ED എന്നും പിണറായി വിജയൻ പറയുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. നയപ്രഖ്യാപനത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട്, ഒപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടിയും പറഞ്ഞു.